നടിയെ ആക്രമിച്ച കേസിൽ IG ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടി വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ദിലീപ് നിരപരാധിയാണെന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു ഹർജി. ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സാലി മുഹമ്മദ് ഉണ്ട്. സാലി, കോടതിയുടെ നിരീക്ഷണം എന്താണ്? എങ്ങനെയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെ, അന്വേഷണവും കോടതി നടപടികളും പുരോഗമിക്കുന്നതിനിടെ, അതായത് വിധി പറയുന്നതിന് മുൻപ് IG ശ്രീലേഖ ഇത്തരമൊരു അഭിമുഖം മൂവി വേൾഡ് എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമത്തിന് നൽകിയിരുന്നു. അതിൽ പറയുന്നത് ദിലീപ് പൂർണ്ണമായും കുറ്റവിമുക്തനാണ്, നിരപരാധിയാണ്, ഒരു കാരണവശാലും അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് അതിലുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഉന്നത പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥ അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസ്താവന നടത്തുന്നത് രണ്ട് തരത്തിൽ പ്രശ്നമുണ്ട്. അത് അന്വേഷണത്തെ സ്വാധീനിക്കും. മറ്റൊന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഘട്ടം കൂടിയായിരുന്നു. ഇപ്പോൾ കോടതി ലക്ഷ്യം അതിലുണ്ട്. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി അന്ന് ഉയർന്നു വന്നിരുന്നത്. അത് കോടതിയിലെത്തി, കോടതി കയറി. അതായത് ശ്രീലേഖയ്ക്കെതിരെ കോടതി ലക്ഷ്യ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഈ അക്രമത്തിനിരയായി നടി തന്നെ എറണാകുളം സെഷൻസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദം കേട്ടു. IG ശ്രീലേഖയും ഈ സംപ്രേഷണം ചെയ്ത മൂവി വേൾഡ് എന്ന സ്ഥാപനവുമായിരുന്നു എതിർകക്ഷികൾ. ഇന്നലെ വിധി പറഞ്ഞു. അതിൽ കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇതിൽ കോടതി ലക്ഷ്യ നടപടി നിൽക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ ആക്രമണത്തിനിരയായ നടിയുടെ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. ശരി സാലി, IG ശ്രീലേഖയ്ക്കെതിരായ ഹർജിയാണിപ്പോൾ കോടതിയലക്ഷ്യ നടപടി നിൽക്കില്ല എന്ന വാദം മുൻനിർത്തി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ദിലീപ് നിരപരാധിയാണെന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു നടിയുടെ ഹർജിയാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.